ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, മസാല പാപ്പഡ്. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പപ്പടം വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം വീതിയുള്ള ചട്ടിയാണ് നല്ലത്. ഇതുപോലുള്ള മസാല പപ്പടാണ് നമ്മൾ ഈ രീതിയിലുള്ള മസാല പപ്പട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പപ്പടം വറക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. ആ രീതിയിൽ തന്നെ ഒരു വശം ആയി കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് നമുക്ക് വറുത്ത് കോരാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ വറുത്തെടുക്കാൻ, ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് വറുത്ത് മാറ്റാം. ഈ രീതിയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പപ്പടമെല്ലാം വറുത്തെടുക്കാം. ഇനി എണ്ണ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പപ്പടം ചുട്ടെടുക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ തവ ചൂടായതിന് ശേഷം പപ്പടം വെച്ച് കൊടുത്ത് ഈ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് അത് ചുട്ടെടുക്കാവുന്നതാണ്. രണ്ട് വശവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമുക്ക് പപ്പടം ചുട്ടെടുക്കാവുന്നതാണ്. നമ്മുടെ ചുട്ട പപ്പടവും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നാടൻ പപ്പടമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി ഒന്ന് ചുട്ടെടുക്കാം ഇതേ രീതിയിൽ തന്നെ. ഇനി ഞാൻ ഇതിൻ്റെ മസാലകളാണ്. ഇത് കുറച്ച് മുളക് പൊടി, ഉപ്പ്, പിന്നെ ആംചൂർ പൗഡർ, ചാട്ട് മസാല. ആംചൂർ പൗഡർ ഇല്ലാത്തവർ അല്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലായാലും മതി. ഞാനിവിടെ പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലിടുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിന് മുകളിലായിട്ട് അല്പം തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ കുരു മാറ്റിയതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും ഇട്ടതിന് ശേഷം അല്പം ഉപ്പും നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാലകളെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് മുളക് പൊടി, ചാട്ട് മസാല, ആംചൂർ പൗഡർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായി അരിഞ്ഞിടാവുന്നതാണ്. ഇത് സേവാണ്, അത് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ നമ്മുടെ നാടൻ പപ്പടവും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് മുകളിൽ എന്തെല്ലാം ഇട്ട് കൊടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാൻ ഇതിൻ്റെ സവാളയും തക്കാളിയും എല്ലാം തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ കുക്കുംബറോ അങ്ങനെ ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഇട്ട് കൊടുത്ത് അതിന് ഫില്ലിങ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ഞാൻ സേവിന് പകരമായിട്ട് മിച്ചറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ നാടൻ മിച്ചറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ചെയ്തു നോക്കിയതിന് ശേഷം എന്നെ കമൻറ്റിലൂടെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.